എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വേറൊരു അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് വളരെ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനോ ഇടാനോ പറ്റാറില്ല, തിരക്ക് കാരണം കൊണ്ട്. സോ ഈ ഒരു അനുഭവം എനിക്കുണ്ടാവുന്നത് ഏകദേശം കൊറോണ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് കേട്ടോ. കൊറോണ കഴിഞ്ഞ ടൈമിലെന്ന് പറയാൻ കാരണം ആ സമയത്ത് അമ്പലത്തിനകത്തേക്ക് പ്രവേശനം വളരെ ചുരുക്കമായിരുന്നല്ലോ. അത് മാത്രമല്ല, മെയിനായിട്ട് ആ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടം വരച്ച് വെച്ച അതിലാണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിത്ര ഓർമ്മ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാ വർഷവും ഗുരുവായൂർ പോയി തൊഴാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതുവരെ പോയി തൊഴാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്, ഈ ഒരു വർഷം ഒഴികെ. ഈ ഒരു വർഷം ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. അതല്ലാതെ എല്ലാ വർഷവും അവിടെ പോയി തൊഴണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ കൊറോണ കഴിഞ്ഞ ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒന്നാം വർഷത്തെ കല്യാണത്തിൻ്റെ ഒരു വാർഷികത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നേരത്തെ പുറപ്പെട്ടു. പുലർച്ചെ പോയി തിരക്കൊന്നുമില്ലാതെ തൊഴാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് 26 ജനുവരിയാണ്, റിപ്പബ്ലിക് ഡേ ആണ്. സ്വാഭാവികമായിട്ട് വന്ന് എല്ലാവർക്കും ലീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടാവും എന്താണെങ്കിലും. അതിപ്പോൾ വർക്കിംഗ് ഡേ ആണ്, മീൻസ് വീക്ക് ഡേ അല്ല, വീക്കെൻഡ് അല്ലെങ്കിൽ കൂടെ 26-ാം തീയതി എല്ലാവർക്കും ലീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തിരക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അത് മീൻസ് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങി, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. ഞാൻ അങ്ങനെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേനും ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് വന്നിട്ട് മോർണിംഗ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം അവിടെ ക്യൂ നിന്ന് ഉള്ളിൽ കയറി തൊഴുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ട് പുറത്ത് നിന്ന് തൊഴാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ സമയത്തൊന്നും എനിക്കറിയില്ല 7 മണിക്ക് പുറത്ത് എഴുന്നള്ളത്തും കാര്യങ്ങളും ഉള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തൊഴാതെ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കരയും. അതാണ് വേറൊരു കാര്യം. കരയെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് തൊഴാതെ വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഒക്കെ പാർക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ആ സമയത്ത് നടയുടെ നേരെ മുമ്പിലേക്കാണ് ക്യൂ പോകുന്നത്. അതല്ലാതെ ഗ്രില്ല് ഇപ്പോഴത്തെ മാതിരത്തെ ക്യൂ സംവിധാനത്തിലൂടെ ഒന്നും കടത്തി വിടുന്നില്ല. കൊറോണ ടൈം ആയത് കാരണം കൊണ്ടായിരിക്കാം. നേരെ കൊടിമരത്തിൻ്റെ ആ ഒരു നട ഉണ്ടല്ലോ, ആ നടയുടെ നേരെ മുമ്പിൽ പുറത്തോട്ടാണ് കേട്ടോ പറയുന്നത്, നാലമ്പലത്തിനകത്തല്ല. നമ്മൾ പുറത്ത് ഉള്ള കാര്യമാണ്. പുറത്തുനിന്ന് നേരെ എന്താ പറയുക, നടപ്പുര അങ്ങനെ നേരെയാണ് ക്യൂ പോയിരിക്കുന്നത്. നമ്മൾ പാർക്ക് ചെയ്ത് നേരെ വന്നതും ക്യൂവിൽ നിൽക്കുക ചെയ്ത, ഗേറ്റ് കടന്നതും ക്യൂവിൽ നിൽക്കുകയാണ് ഉണ്ടായത്. അതും ഇങ്ങനെ ഓരോ വട്ടം വരച്ച് ആ വട്ടത്തിലാണ് ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര ഉയരമൊന്നുമില്ല മുമ്പിൽ. ആ ഒരു ഭാഗത്തു നിന്ന് ഉള്ളിലോട്ട് കാണാൻ മാത്രം, സത്യം പറഞ്ഞാൽ കൊടിമരത്തിൻ്റെ അടുത്ത് എത്തിയാൽ പോലും എനിക്ക് ഉള്ളിലോട്ട് നന്നായിട്ട് കാണാൻ പറ്റാറില്ല. അത്രയും തിരക്കും ദിക്കിലും ഉള്ളിലോട്ട് അത്രയും ഉയരമില്ല, അത് കാരണം കൊണ്ട്. അപ്പോൾ പുറത്ത് നിന്നിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമായിരുന്നു മനസ്സിൽ. പക്ഷേ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും ഞാനിങ്ങനെ നിന്ന് കരയുന്നുണ്ട്. ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം വന്നിട്ട് തൊഴാം, ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഒരു പ്രോഗ്രാം ഉണ്ടായിപ്പോയി, അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. പിന്നെ എനിക്ക് തൊഴണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വന്നത്, എന്തായാലും ഇവിടെ എത്തിയില്ലേ എന്നുള്ളൊരു രീതിയിലൊക്കെ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് കേൾക്കുന്നില്ല. ഞാനിങ്ങനെ നിന്ന് എനിക്ക് വിഷമമായിട്ട്, അതായത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ വർഷമാണ്. അത് മാത്രമല്ല, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് കല്യാണം അവിടെ വെച്ചിട്ട് വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ വേറെ നേർന്ന കാരണം കൊണ്ട് നമ്മുടെ അമ്പലത്തിൽ കഴിച്ചു. അതായത് അതുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലവും എനിക്ക് ഈ പറഞ്ഞ മാതിരി അവിടെയും വേണം ഇവിടെയും വേണം എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറിക്കെങ്കിലും ഗുരുവായൂർ പോയി തൊഴുക എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ആ ഫസ്റ്റ് വർഷം തന്നെ അത് നടക്കാതെ പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേരിലാണ് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക, നിർത്താൻ പറ്റാത്ത കരച്ചിൽ. അങ്ങനെ ക്യൂ നീങ്ങി 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 നമ്മൾ മുമ്പിലെത്തി. ഞാൻ കറക്റ്റ് മുമ്പിലെത്തിയതും കറക്റ്റ്
കറക്റ്റ് ആ ഒരു അതായത് ആ ഭണ്ണാരത്തിൻ്റെ അവിടെ ഇല്ലേ നമ്മുടെ ഫ്രണ്ടിലുള്ള ഭണ്ണാരം, ഉള്ളിലത്തെ കാര്യമല്ല കേട്ടോ ഞാനിപ്പോഴും പറയണത്, ഉള്ളിൽ കിടന്നിട്ടുള്ള കാര്യമല്ല, പുറത്താണ് നിൽക്കുന്നത് നമ്മൾ, പുറത്തെ ഭണ്ണാരം. ആ പുറത്തെ ഭണ്ണാരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ, അതായത് നാലമ്പലത്തിനും പുറത്താണ്, ഭണ്ണാരത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും കറക്റ്റ് കൃഷ്ണൻ ആനപ്പുറത്ത് കയറി വന്നിട്ട് തിരുമേനി നല്ല പോലെ ആ തിടമ്പ്, സാധാരണ തിടമ്പ് എടുത്ത് പൊക്കി കാണിച്ച് തരാറുണ്ടോ, പല തിരുമേനിമാർ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല, ഞാൻ അതിന് മുന്നേ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പുറത്തു നിന്ന് അങ്ങനെ തിടമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട്. അപ്പോൾ തിരുമേനി കറക്റ്റായിട്ട് തിടമ്പ് പൊക്കി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കാണിക്കില്ലേ നമുക്ക് നേരവണ്ണം കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ കാണിച്ചു കേട്ടോ. അങ്ങനെ കാണിച്ച് നന്നായി തൊഴുതു. അത് എനിക്കിങ്ങനെ കരച്ചിലടക്കാൻ പറ്റണില്ല. അങ്ങനെ കരച്ചിലടക്കാൻ പറ്റാതെ ബാക്കി മുമ്പിൽ പോയവരനൊക്കെ ആ സെക്യൂരിറ്റിക്കാരൻ അല്ലെങ്കിൽ അവിടെ പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, അവർ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിയായിരുന്നു. ഞാൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ എന്തോന്ന് എനിക്കറിയില്ല. 3 പ്രദക്ഷിണം വെക്കാൻ അത്യാവശ്യം നല്ല സമയം എടുക്കുമല്ലോ, പക്ഷെ ആ 3 പ്രദക്ഷിണവും ഞാൻ നന്നായിട്ട്, അതായത് മുമ്പിൽ നിന്നിട്ട് തന്നെ ആ തിടമ്പ് നന്നായിട്ട് കണ്ണനെ നന്നായിട്ട് കണ്ടു തൊഴുതു. 3 പ്രദക്ഷിണത്തിലും നന്നായിട്ട് തിരുമേനി പുറത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാണിച്ച് ഇങ്ങനെ തന്ന് അങ്ങനെ നന്നായിട്ട് തൊഴുതു. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോയിൻസിഡൻസ് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റണില്ല. കാരണം ഇതിനു മുന്നേ ഉള്ള എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്താ പറയുക പ്രത്യക്ഷത്തിൽ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ആള് വിചാരിച്ച് ആ ഒരു ദർശനം സാധ്യമാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ എനിക്ക് വേറെ അവിടെ ഓപ്ഷനൊന്നും ഇല്ല കാണാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക മറക്കാനാവാത്ത, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല, എങ്ങനെയാണ് അത് പറയണ്ടേ, ആ ഒരു ഫീലിങ്സ് എങ്ങനെ ആ സമയത്ത് അനുഭവപ്പെട്ടു എന്നുള്ളത് പോലും എനിക്ക് അങ്ങോട്ട് മീൻസ് പറഞ്ഞ് ഇതാക്കാൻ പറ്റണില്ല എന്ന് പറയില്ലേ, അങ്ങനെ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് നമ്മൾ ഉള്ളിൽ കയറി തൊഴുന്നത് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, നമുക്ക് അത്രയും ഭംഗിയായിട്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ കൃഷ്ണൻ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചിട്ട് ഒളിച്ചിരുന്നാലും നമ്മൾ നല്ല ഭക്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് വലിയ മീൻസ് ബാക്കി കേൾക്കുന്നവർക്ക് നിസ്സാരമാണോ എന്ന് തോന്നുന്നതായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളാണ് ഞാൻ കൂടുതലും ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അവിടെ പോയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്നതോ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടെയാണ്, അതാണ്. അപ്പം ഇങ്ങനൊരു അനുഭവമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ.